നമ്മൾ പാടി കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ടാക്കി വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പാടിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 47 വർഷമായിട്ട് ഞാൻ ഈ രംഗത്തുണ്ടെങ്കിൽ അത് എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരാൾ പോലും നന്നായിട്ട് പാടും എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവ ഓഡിയൻസ് തന്നെ ആണെങ്കിലും നമ്മളുടെ കഴിവുകൾ ഒരുപാട് പേർക്ക് അറിയാം. പക്ഷേ അവിടെയും ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതും ചില വ്യക്തി താല്പര്യങ്ങളുടെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ ഇങ്ങനെ മാറിപ്പോണുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട് അത്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. പണ്ടങ്ങനെയല്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ നോക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ദാസേട്ടൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, അയ്യോ എന്തൊരു ശബ്ദമാണ്, അല്ലെങ്കിൽ ആ പാട്ടിലുള്ള വികാരം, എന്തൊരു വികാരം ഇത് എന്നുള്ള അങ്ങനെ നമ്മൾ കണ്ടിരുന്നത്. അല്ലാതെ അയാൾ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പുള്ളിക്ക് വേറെ കഴിവുണ്ടോ എന്നൊന്നും ഇതല്ലായിരുന്നു. ആ പാട്ടിനകത്ത് അങ്ങനെ എത്രത്തോളം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ എന്തൊരു കഴിവാണ്, അതാണ് നോക്കിയിരുന്നത്. ഇന്നിപ്പോൾ അതല്ല. നമ്മുടെ കഴിവ് എത്ര നമ്മൾ കാണിച്ചാലും വേറൊരു രീതിയിൽ കൂടെ നമ്മളെ അങ്ങോട്ട് ഇരുത്താനാണ് നോക്കുന്ന ആളുകൾ. അതാണ് ഇന്നത്തെ ഒരു മെയിൻ കുഴപ്പമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്.